Hello all. So far we have studied what is a function. Function എന്താണ്? What is a function? Function എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തത്? Let A and B two sets. രണ്ട് sets Aയും Bയും ഉണ്ടായിരിക്കും. Then a function from A to B എന്തായിരിക്കും? Is a non-empty relation. Relation എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A cross B യുടെ എന്തായിരിക്കും? Subset ആയിരിക്കും. F maps from F will be a subset of A cross B. Such that it satisfies two conditions. First one എന്ന് പറഞ്ഞാൽ existence ആയിരിക്കും. What is existence? For all A in A, there exists B belongs to B such that എന്താണ് AB belongs to what is it? F. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഏതൊരു എലമെൻറ്റ് നമ്മുടെ എയിലുള്ള ഏതൊരു എലമെൻറ്റ് എടുത്താലും ഈച്ച് എലമെൻറ്റിന് ബിയിലൊരു എലമെൻറ്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ യുണീക്നെസ് ആണ്. വാട്ട് ഈസ് യുണീക്നെസ്? യുണീക്നെസ് നമുക്കറിയാം. വാട്ട് ഈസ് യുണീക്നെസ്? രണ്ട് A, B belongs to F and A, C belongs to F എന്ന് പറഞ്ഞാൽ A എന്നുള്ള എലമെൻറ്റ് എങ്ങോട്ട് മാപ്പ് ചെയ്യാണ്? ബിയിലോട്ട് മാപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ A എന്നുള്ള എലമെൻറ്റ് എവിടോട്ട് മാപ്പ് ചെയ്യാണ്? സിയിലോട്ട് മാപ്പ് ചെയ്യാണ്. ഓക്കെ, ദിസ് കണ്ടീഷൻ. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ ആ കൂടെ ഒരേറ്റ പോസിബിലിറ്റി ഉള്ളൂ ബി എന്തിന് ഈക്വൽ ആയിരിക്കണം? സിക്ക് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ദെൻ എന്തായിരിക്കും? ബി ഈസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ എയിലുള്ള ഏതൊരു എലമെന്റ് എടുത്താലും ബിയിൽ ഒരൊറ്റ ഇമേജേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് വാട്ട് ഈസ് ഇറ്റ്? ഫംഗ്ഷൻ. Given two sets, രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. A is equal to set 1, 2, 3. B is equal to എന്താണ് 2, 4, 6, 8. നമുക്ക് ഒരു ഫംഗ്ഷൻ എവിടെ തൊട്ട് ഇതുവരെയാണ്? F maps from where A to B. ഓക്കെ, ഈ തന്നിരിക്കുന്ന എക്സാമ്പിളുകളിൽ ഏതെല്ലാം റിലേഷൻസ് ഫങ്ഷൻസ് ആണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? 1, 2, 2, 6, 3, 4, 2 ഇതെല്ലാം റിലേഷൻ തന്നെയാണ്. ബട്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 എന്നുള്ള എലമെന്റ് എങ്ങോട്ട് മാപ്പ് ചെയ്തിരിക്കുന്നു? 6ലോട്ട് മാപ്പ് ചെയ്തിരിക്കുന്നു. അതുപോലെ 2 എന്നുള്ള എലമെന്റ് എവിടോട്ട് മാപ്പ് ചെയ്യുന്നു? 8ലോട്ട് മാപ്പ് ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സിംഗിൾ എലമെന്റിന് രണ്ട് ഇമേജ് ഉണ്ട്. ദിസ് ഈസ് യുണീക്നെസ് എന്നുള്ള കണ്ടീഷൻ ഇതെന്ത് ചെയ്യുന്നു? വയലേറ്റ് ചെയ്യുന്നു. സോ എന്തില്ല? ദിസ് ഈസ് നോട്ട് എ ഫങ്ഷൻ. അടുത്തതാണെങ്കിലോ 1 maps to 4 and 3 maps to 8. ബട്ട് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റൻസ് എന്നുള്ള കണ്ടീഷനാണ് വയലേറ്റ് ചെയ്യുന്നത്. കാര്യം എന്താണ്? 2 എന്നുള്ള എലമെന്റിന് എന്തില്ല? 2 എന്നുള്ള എലമെന്റിന് ഒരു ഇമേജ് ഇല്ല. സോ ദിസ് ഈസ് നോട്ട് എ ഫങ്ഷൻ. അടുത്ത കേസോ 1 maps to 6, 2 maps to 6 and 3 maps to 2. റൈറ്റ്? എല്ലാ എലമെന്റിനും ഒരു പ്രീ ഇമേജും ഉണ്ട്, എക്സിസ്റ്റൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, യുണീക്നെസ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് തോന്നും. 1, 2, 3 റൈറ്റ് ഹിയർ ആൻഡ് 1 maps to 6 and 2 maps to 6 ഇങ്ങനെ വരാം. ആൻഡ് 3 maps to where 2. സി, എയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇമേജും ഉണ്ട്. ഒരു എലമെന്റ് 1 എന്നുള്ള എലമെന്റ് 6ലോട്ട് പോകുന്നു, 2 എന്ന എലമെന്റ് 6ലോട്ട് പോകുന്നു, 3. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന കാരണം ഇതെന്തായി? റിലേഷനായി. സി, ലാസ്റ്റ് വൺ 1 maps to 8, 2 maps to 2 and 3 maps to 4. എല്ലാ എലമെന്റ്സിനും ഇമേജും ഉണ്ട്, എല്ലാം സിംഗിൾ എലമെന്റിലോട്ടേ പോകുന്നുള്ളൂ. സോ ദിസ് ഈസ് ഓൾസോ എ റിലേഷൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോറി, ദിസ് ഈസ് എ ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായെന്ന് വരിക്കുന്നു. രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം റിലേഷനിൽ. ഏതൊക്കെയാണ്? എക്സിസ്റ്റൻസും യുണീക്നെസ്സും. ഓക്കെ, ഇത് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫങ്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വി വിൽ ഡിഫൈൻ എ സബ്ജക്റ്റീവ് ഫംഗ്ഷൻ. എ സബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഡെഫിനിഷൻ ഈസ് ലൈക്ക് ദിസ്: എ ഫംഗ്ഷൻ എഫ് മാപ്സ് ഫ്രം എ ടു ബി. നമ്മുടെ കയ്യിൽ 2 സെറ്റ്സ് ഉണ്ടായിരിക്കും, ഫ്രം എ ആൻഡ് ബി. ആൻഡ് ഫംഗ്ഷൻ ഫ്രം എഫ് ടു ബി ഈസ് കോൾഡ് എ സബ്ജക്റ്റീവ്, ഓർ നമ്മൾ വേറൊരു പേരും കൂടെ പറയും, ഇറ്റ് ഈസ് കോൾഡ് ഓൺ ടു, എ ഓൺ ടു ബി, ഇഫ് ബി ഈസ് ഈക്വൽ ടു റേഞ്ച് എഫ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച്, ഇത് നമ്മൾ യുണീക്നെസ്സും എക്സിസ്റ്റൻസും മാത്രമേ എന്ത് പറയുന്നുള്ളൂ? ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി പറയുന്നുള്ളൂ. നമ്മൾ ഈ ബിയെ കുറിച്ചൊന്നും പറയുന്നില്ല. ബിയിലുള്ള എല്ലാ എലമെന്റിനും ഒരു പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ ഫംഗ്ഷൻ ഈസ് സബ്ജക്റ്റീവ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ
സബ്ജക്റ്റീവ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആരെ നോക്കിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? കോഡൊമെയിനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫങ്ഷൻ സബ്ജക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത്. ഇഫ് റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു കോഡൊമെയിൻ, നമ്മൾ പഠിച്ചതനുസരിച്ച് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് ഓഫ് എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ബി ആവണമെന്ന് നിർബന്ധമില്ല. റേഞ്ച് ഓഫ് എഫ് ബിക്ക് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഫംഗ്ഷൻ ഈസ് സർജക്റ്റീവ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അതിനു മുന്നേ വേറൊരു ഡെഫിനിഷനിലോട്ട് പോവാം. എ ഫംഗ്ഷൻ എഫ് മാപ്സ് ഫ്രം എ ടു ബി ഈസ് കോൾഡ് ഇൻജെക്റ്റീവ് അല്ലെങ്കിൽ 1 to 1. ഇൻജെക്റ്റീവ് മാപ്പിന്റെ വേറൊരു പേരാണ് 1 to 1. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം 1 എന്നുള്ള മീനിങ്. അപ്പോൾ എയിൽ ഒരു എലമെന്റ് എടുത്താൽ ബിയിലും എന്തായിരിക്കും? ഒരൊറ്റ എലമെന്റിലോട്ടേ പോകാൻ പാടുള്ളൂ. 1 എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 to 1 ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൗ ക്യാൻ വി പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ 1 to 1 ഫംഗ്ഷൻ? അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഡാഷ് ആണെങ്കിൽ എ ഷുഡ് ബി ഈക്വൽ ടു എന്താണ്? എ ഡാഷ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ 1 ആണോ എന്ന് പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ രണ്ട് ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂസ് ഇമേജിലുള്ള ഡൊമൈനിലുള്ള വാല്യൂസ് സെയിം ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് 1 to 1, റൈറ്റ്? അപ്പോൾ ഇനി അടുത്ത പുതിയ പേരെന്ന് പറഞ്ഞാൽ ബൈജെക്ഷൻ അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 on 2 ഫംഗ്ഷനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എഫ് മാപ്സ് ഫ്രം എ ടു ബി ഈസ് കോൾഡ് എ ബൈജെക്ഷൻ ഇഫ് ഇറ്റ് ഈസ് ബോത്ത് സർജക്റ്റീവ് ആൻഡ് ഇൻജെക്റ്റീവ്. ദിസ് ഈസ് വാട്ട് ഈസ് ഇറ്റ്? on 2 and this is 1 on 2 ഫംഗ്ഷനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈജക്റ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, let us go for an example. Let us move on to an example. ഈ 3 ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു: സർജക്റ്റീവ്, ബൈജക്റ്റീവ് ആൻഡ് ഇൻജെക്റ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ, ഈ ഒരേ എക്സാമ്പിളിലൂടെ നമുക്ക് ഈ 3 ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, നമ്മളിവിടെ എഫ് എവിടോട്ട് മാപ്പ് ചെയ്യുന്നു? ഫസ്റ്റ് കേസാണ്. കൺസിഡർ എഫ് മാപ്സ് ഫ്രം ആർ ടു ആർ. ഓക്കെ, അപ്പോൾ നമ്മളൊരു വെൻ ഡയഗ്രം വരയ്ക്കുവാണെങ്കിൽ ആർ ടു ആർ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ അകത്ത് എലമെന്റ് ഏതൊക്കെയാണ്? 0 ഉണ്ടാവും, -1 ഉണ്ടാവും, 1 ഉണ്ടാവും, എക്സെട്ര. റൈറ്റ്? ഞാൻ ഈ 3 എലമെന്റ് കൺസിഡർ ചെയ്യാം. 1 ഓൾസോ ദിസ്, ഇത് ഏതാണ്? -1, 0, 1, എക്സെട്ര. Right? One more element, -2, -2. Right? And f maps from where to where? A to B. ഇവിടെ A എന്ന് പറഞ്ഞാൽ R, B എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രണ്ടും റിയൽ ലൈനാണ്. നമ്മുടെ മാപ്പിംഗ് എന്താണ്? എഫ് മാപ്സ് ഫ്രം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പം അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് -2 എന്തായിരിക്കും? 4 ആയിരിക്കും. എഫ് ഓഫ് -1 എന്തായിരിക്കും? 1 ആയിരിക്കും. എഫ് ഓഫ് 0 എന്തായിരിക്കും? 0 ആയിരിക്കും. എഫ് ഓഫ് 1 എന്തായിരിക്കും? എക്സ് സ്ക്വയർ അല്ലേ? 1, റൈറ്റ്? എഫ് ഓഫ് 2 എന്തായിരിക്കും? 4 ആയിരിക്കും, എക്സെട്ര എക്സെട്ര. റൈറ്റ്? സോ -1 എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? 1 മാപ്പ് ചെയ്യുന്നു. +1 എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? 1 മാപ്പ് ചെയ്യുന്നു. 0 എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? ഇതിലോട്ട്. ഇനി അടുത്ത ഏതാണ്? ഇത് 2, 3, 4. ഓക്കെ, -2 എങ്ങോട്ട് മാപ്പ് ചെയ്യും? 4 മാപ്പ് ചെയ്യും. റൈറ്റ്? സി, അപ്പോൾ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ -2, 4, റൈറ്റ്? -1, 1, 0, 0, 1, 1, 2, 4, എക്സെട്ര. ഇങ്ങനെയാണല്ലോ പോകുന്നത്. സി, ഹിയർ ദ യുണീക്നെസ് ഈസ് സാറ്റിസ്ഫൈഡ് ആൻഡ് ദ എക്സിസ്റ്റൻസ് ഈസ് ഓൾസോ സാറ്റിസ്ഫൈഡ്. റൈറ്റ്? ഏതൊരു എലമെന്റ് എടുത്താലും ബിയിലൊരു എലമെന്റ് കിട്ടുന്നുണ്ട്, എയിലുള്ള ഒരു എലമെന്റ് സിംഗിൾ എലമെന്റിലോട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? മാപ്പ് ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഈ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ സർജക്റ്റീവ് ആണോ എന്നാണ് ചോദ്യം. ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് സർജക്റ്റീവ്. കാര്യം എന്താണ്? വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ? നമ്മൾ ഇപ്പോൾ എഴുതിയ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹിയർ ദ റേഞ്ച് ഈസ് ഗിവൺ ബൈ വാട്ട് ഈസ് ഇറ്റ്? 0, 1, 2 അല്ല 0,
ഇപ്പം നമ്മൾ എഴുതിയ അനുസരിച്ചാണെങ്കിൽ 0, 4 എക്സെട്ര പോകും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇങ്ങോട്ടുള്ള എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഇൻറ്റിജേഴ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. റൈറ്റ്, എക്സാമ്പിൾ മനസ്സിലായി. അപ്പം റൈറ്റ്, അപ്പോൾ ബിയിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സിനും എന്തില്ല? Here B is not is equal to range of F. So this is not surjective. ഇത് എന്ത് ഫംഗ്ഷൻ അല്ല? സർജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. ഇനി അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ സെക്കൻഡ് കേസിൽ എടുക്കുകയാണ്. F maps from R to 0 infinity. റൈറ്റ്, അപ്പോൾ ഇവിടെ മാപ്പിംഗ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ റേഞ്ച് എന്ത് തന്നെയാണ്? നെഗറ്റീവ് നമ്പേഴ്സും വരും, പോസിറ്റീവ് നമ്പേഴ്സും എക്സെട്ര വരും. റൈറ്റ്, ഇവിടെ നമ്മുടെ എയിൽ, ദെൻ ബിയിനകത്ത് എത്രയേ വരത്തുള്ളൂ? 0 തൊട്ട് ഇങ്ങോട്ടുള്ള എലമെൻസിനെ വരത്തുള്ളൂ. അപ്പം -1 എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? 1 മാപ്പ് ചെയ്യുന്നു, 0 മാപ്പ് ചെയ്യുന്നു. എല്ലാ എലമെൻറ്റ്സ്, ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഒരു എന്തുണ്ട്? ഒരു പ്രീ ഇമേജ് ഉണ്ട്. സോ ഇവിടെയും ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? f of x is equal to x² തന്നെയാണ്. ഹിയർ codomain is equal to what is it? B, range f. So this is surjective. Right? ഇത് 1 ആണോ? 1 അല്ല. കാര്യം എന്താ? -1ഉം 1 മാപ്പ് ചെയ്യുന്നുണ്ട്, 1ഉം എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നുണ്ട്? 1 മാപ്പ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിളേ ഞാൻ പറയുന്നുള്ളൂ. സോ ദിസ് ഈസ് നോട്ട് what is it? 1 to 1. റൈറ്റ്, ഇനി അടുത്ത തേർഡ് കേസ് നമുക്ക് നോക്കാം. തേർഡ് കേസ് ഞാൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഡൊമെയിനും കോഡൊമെയിനും മാറ്റാണ്. 0 ഇൻഫിനിറ്റിയിൽ നിന്ന് എങ്ങോട്ട് മാപ്പ് ചെയ്യുകയാണ്? 0 ഇൻഫിനിറ്റിയിലോട്ട് മാപ്പ് ചെയ്യുകയാണ്. റൈറ്റ്, ഹിയർ സി, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ദിസ് ഹിയർ എന്താ? പോസിറ്റീവ്. ഇവിടെയും ഏത് മാത്രമേ ഉള്ളൂ? പോസിറ്റീവ് എലമെന്റ്. 0, 1 എക്സെട്ര പോസിറ്റീവ് എലമെന്റ്സേ ഉള്ളൂ. ഇവിടെയും എത്രയേ ഉള്ളൂ? പോസിറ്റീവ് എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. എ ടു ബി ആണെങ്കിൽ 0 എങ്ങോട്ട് മാപ്പ് ചെയ്യും? 0 മാപ്പ് ചെയ്യും. 1 എങ്ങോട്ട് മാപ്പ് ചെയ്യും? 1 മാപ്പ്. അതിൻ്റെ ഇടയ്ക്കുന്ന എലമെന്റ്സ് എല്ലാം സിംഗിൾ എലമെന്റ്സിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? മാപ്പ് ചെയ്യുന്നത്. അപ്പം 1 to 1, ഒന്നിന് ഒന്നേ ഉള്ളൂ. റൈറ്റ്, സോ ഇവിടെ എന്താ സംഭവിച്ചത്? റേഞ്ച് ഓഫ് എഫ് എന്തിന് ഈക്വൽ ആണ്? കോഡൊമെയിൻ ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ബിക്ക് ഈക്വൽ ആണ്. റൈറ്റ്, സോ ദിസ് ഈസ് സർജക്റ്റീവ്. റൈറ്റ്, ഇവിടെ എന്താണ്? സിംഗിൾ എലമെന്റ് ഒന്നിലോട്ടേ പോകുന്നുള്ളൂ. സോ ദിസ് ഈസ് 1 to 1. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഇറ്റ്? ബൈജക്റ്റീവ്. സർജക്റ്റീവും 1 to 1ഉമാണ്. സോ ദിസ് ഈസ് എ ബൈജക്ഷൻ. സി, നമ്മൾ 3 കേസിലും f of x is equal to x² തന്നെയാണ് കൺസിഡർ ചെയ്തത്. ബട്ട് നമുക്ക് ആദ്യത്തെ കേസിൽ എന്ത് വന്നില്ല? സബ്ജക്റ്റീവ് അല്ല. രണ്ടാമത്തെ കേസിൽ സബ്ജക്റ്റീവായി, നോട്ട് 1 to ആയി. മൂന്നാമത്തെ കേസിൽ എന്താ? സബ്ജക്റ്റീവുമാണ്, 1 സോ ദാറ്റ് ഈസ് എ ബൈജക്ഷൻ. അടുത്ത ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്, നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കൈ എന്ന് പറഞ്ഞിട്ടാണ്. Okay, let A be a non-empty set, and let S be a subset of A, right? A be a non-empty set, S be a subset of A. And we are going to define chi of S. Chi of S maps from A to set 0, 1. നമ്മുടെ റേഞ്ച് സെറ്റിൽ 2 എലമെന്റേ ഉള്ളൂ, 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് chi of S of A is equal to 1 if A belongs to S, 0 if A does not belongs to S. ഈ ഫംഗ്ഷന്റെ പേര് ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ പേരിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഒരു എലമെന്റ് നമ്മുടെ സെറ്റിൽ കിടക്കുന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. സോ ഇഫ് എ ബിലോങ്സ് ടു എസ്, ദാറ്റ് മീൻസ് നമ്മൾ എടുത്ത എലമെന്റ് എസിൽ കിടക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. 1 വന്നാൽ അതിന്റെ മീനിങ് ആ സെറ്റിൽ എ എന്നുള്ള എലമെന്റ് ഉണ്ട്. 0 എന്ന എലമെന്റ് 0 വന്നു കഴിയുമ്പോൾ, 0 എപ്പോഴാണ് വരുന്നത്? ആ എലമെന്റ് എസിൽ ഇല്ലാത്തപ്പോൾ. അപ്പോൾ ഇറ്റ് ഷോസ് വെദർ, ഈ ഫംഗ്ഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എടുക്കുന്ന എലമെന്റ് സെറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന്. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഫംഗ്ഷൻ, ദാറ്റ് എലമെന്റ് ബിലോങ്സ് ടു ദ സെറ്റ്.
അപ്പോൾ ഇങ്ങനത്തെ ഉള്ള അതുകൊണ്ടാണ് അതിൻ്റെ പേര് വന്നിരിക്കുന്നത് ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ, അല്ലെങ്കിൽ വേറൊരു പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ സബ്ജക്റ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷനാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലും റിയലിലും ഒക്കെ നമ്മൾ അധികം ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ പറയണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് എ ഉണ്ട്, അതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു സെറ്റാണ് എസ് എന്ന് പറയുന്നത്. സെറ്റിൻ്റെ അകത്ത് എ ഉണ്ടെങ്കിൽ, എസിൻ്റെ അകത്ത് എ ഉണ്ടെങ്കിൽ നമ്മുടെ കൈ എസ് എ എന്തായിരിക്കും? 1 ആയിരിക്കും. റൈറ്റ്? ഇഫ് ദാറ്റ് എലമെന്റ് എ നമ്മുടെ സെറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. X belongs to A belongs to S and A does not belongs to S. This is the indicator function. Okay. Next we are going to check whether chi of S is surjective or not. Right? See, surjective എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? If S is a proper subset of A. S is a proper subset of A means എക്കകത്താണ് ആര് കിടക്കുന്നത്? എസ് കിടക്കുന്നത്. അപ്പോൾ എ എന്താ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, this is S and this is B. Right? Indicator function is a function from A to where set 0, 1. അപ്പോൾ നമ്മുടെ റേഞ്ച് സെറ്റ് ഏതാണ്? 0, 1. എക്കകത്ത് കിടക്കുന്ന എലമെന്റ് ഏതാണ്? എയും ഉണ്ട് ബിയും ഉണ്ട്. റൈറ്റ്? If A belongs to S, it will match to 1. And if ഇവിടെ B ആരുടെ അകത്തില്ല? എസിൻ്റെ അകത്തില്ല. That means it will map to 0. See, here S is a proper subset of A. ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ S പ്രോപ്പർ സബ്സെറ്റ് ആണ്. റൈറ്റ്? പ്രോപ്പർ സബ്സെറ്റ് ആയപ്പോൾ നമ്മുടെ കോഡൊമെയിനിന് ഈക്വൽ ആയിട്ട് എന്ത് വന്നു? റേഞ്ച് സെറ്റ് വന്നു. റൈറ്റ്? സോ ദിസ് ഈസ് സർജക്റ്റീവ്. റൈറ്റ്? അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ സർജക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? എസ് എന്താവുമ്പോൾ? പ്രോപ്പർ സബ്സെറ്റ് ആവുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത കേസ് പറയാൻ പോവാണ്. ഇഫ് എസ് ഇസ് ഈക്വൽ ടു 5, എസ് ഇസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഒരു സെറ്റാണ്, അതിൻ്റെ അകത്ത് എസ് വരുന്നു. എസ് ഒരു നൾ സെറ്റാണ്. ദാറ്റ് മീൻസ് എസ് ഇല്ല. റൈറ്റ്? സോ എ ടു ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? 0, 1. അപ്പോൾ we have when we വരയ്ക്കുമ്പോൾ എസ് നൾ സെറ്റ് ആവുമ്പോൾ എവിടെ ഏതൊരു എലമെന്റ് എടുത്താലും എങ്ങോട്ട് പോകും? 0 പോകത്തുള്ളൂ. റൈറ്റ്? 1 പോകുമോ? പോകത്തില്ല. വൈ? ഇത് an element belongs to S ആണെങ്കിൽ മാത്രമേ എങ്ങോട്ട് മാപ്പ് ചെയ്യത്തുള്ളൂ? 1 മാപ്പ് ചെയ്യത്തുള്ളൂ. ഇവിടെ എസ് നൾ സെറ്റ് ആയത് കാരണം 1 ഒരു എലമെന്റും എന്ത് ചെയ്യത്തില്ല? മാപ്പ് ചെയ്യത്തില്ല. സോ ദിസ് ഈസ് നോട്ട് സർജക്റ്റീവ്. എപ്പോഴാണ് സർജക്റ്റീവ് അല്ലാതാവുന്നത്? S 5 ആകുമ്പോൾ. വെൻ എസ് ഇസ് ഈക്വൽ ടു എ ആകുമ്പോഴോ? വെൻ എസ് ഇസ് ഈക്വൽ ടു എ, ദാറ്റ് മീൻസ് എസ് ഇസ് ഈക്വൽ ടു എ ആകുമ്പോൾ എ വാട്ട് ഈസ് ഇറ്റ്? എ എന്നുള്ളൊരു എലമെന്റ് എടുത്ത് എന്താണ്? ബി എന്ന് പറയുന്നത് 0, 1. എസ് ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എസിലുള്ള എല്ലാ എലമെന്റും എവിടെ ഉണ്ടായിരിക്കും? എയിലുണ്ടായിരിക്കും. സോ ഏതൊരു എലമെന്റ് എ എടുത്താലും എങ്ങോട്ട് മാപ്പ് ചെയ്യും? 1 മാപ്പ് ചെയ്യും. ബി എടുത്താലും ഇവിടെ തന്നെ കിടക്കും, എക്കകത്ത് തന്നെ കിടക്കും. സോ ഇറ്റ് മാപ്സ് ടു 1. എസിൻ്റെ അകത്ത് തന്നെ കിടക്കും. എസിലില്ലാത്ത ഒരു എലമെന്റും ഇല്ല. സോ ദാറ്റ് മീൻസ് എങ്ങോട്ട് മാപ്പിംഗ് പോകത്തില്ല? 0 പോകത്തില്ല. അപ്പൊ എന്തല്ല? നോട്ട് സർജക്റ്റീവ്. I hope you understood. ഓക്കെ, അപ്പോൾ നമ്മളെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ സർജക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? പ്രോപ്പർ സബ്സെറ്റ് ആകുമ്പോൾ. എസ് 5 ആവുകയോ എക്ക് ഈക്വൽ ആവുകയോ എന്തല്ല? നോട്ട് സർജക്റ്റീവ് ആണ്.
Chi S ഇൻജക്റ്റീവ് ആവുന്ന കേസ് ഉണ്ടോ? ഉണ്ട്. നമുക്ക് നോക്കാം എപ്പോഴാണെന്നുള്ളത്. If this is A, this is S. Subset ആണല്ലോ, right? There is a element, two elements എക്ക് അകത്തുള്ളൂ. ഒന്ന് എസിൻ്റെ അകത്തും ഒന്ന് A has only two elements. ആ രണ്ട് എലമെന്റ് എങ്ങനെയാണ് കിടക്കുന്ന? ഒരു എലമെന്റ് എക്ക് അകത്തും മറ്റേ എലമെന്റ് എസിൻ്റെ അകത്തും. സോ നമ്മളെ മാപ്പിംഗ് നോക്കുകയാണെങ്കിൽ എ മാപ്സ് ഫ്രം എവിടെയാണ്? 0, 1 മാപ്പ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് എലമെന്റ് എക്ക് അകത്തുള്ളൂ. എ മാപ്സ് ടു എന്തായിരിക്കും? ഇഫ് A belongs to S, it will map to 1 and this will map to 0, right? So this is 1, 1. A0, B1. Here this is the function, right? See, ഇവിടെ existence ഉണ്ട്, uniqueness ഉണ്ട്, 1 to 1 ആണ്. So this is, what is it? Inject. Okay, right? ഇനി അടുത്തൊരു കേസ് കൂടെ വരാം. ഓക്കെ, ഇനി ഒരു പോസിബിലിറ്റി ഉണ്ട്. A has only one element. അവിടെ രണ്ട് കേസസ് വരാം. ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് എസ്. ആ ഒരു എലമെന്റ് എസിൻ്റെ അകത്ത് കിടക്കുകയാണ്. അല്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എസിന് പുറത്ത് കിടക്കുന്നു, റൈറ്റ്? അപ്പോൾ രണ്ട് കേസ് എടുത്താലും ദിസ് ഈസ് എ വിൽ മാപ്പ് ടു വെയർ 1 ആൻഡ് ഹിയർ എ വിൽ മാപ്പ് ടു വെയർ 0. റൈറ്റ്? ദിസ് ഈസ്, വാട്ട് ഈസ് ഇറ്റ്? A 1, 1 മാപ്പിംഗ്. റൈറ്റ്? സോ ദിസ് ഈസ് ഇൻജക്റ്റീവ്. അപ്പോൾ നമ്മൾ എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ സബ്ജക്റ്റീവ് ആവുന്നത് എപ്പോഴും, എപ്പോൾ സബ്ജക്റ്റീവ് ആകുന്നില്ല 1, 1 ആകുന്നു എന്നും നമ്മളിപ്പോൾ പഠിച്ചു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു ഫോർ ലിസ്ണിംഗ്.